139 മില്യൺ കിലോമീറ്റർ അകലെയാണ് സൂര്യനുള്ളത്. എന്നിട്ട് പോലും നമുക്ക് എത്ര ചൂടുണ്ട്. അന്ന് പരലോകത്ത് മഹ്ശറയിൽ നമ്മുടെ നേരെ തലക്കുമീതയാ സൂര്യൻ. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞില്ലേ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി. അന്ന് മാതാവ് പിതാവിനെ, മക്കൾ മാതാവിനെ, ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് നഫ്സി നഫ്സി, എൻ്റെ കാര്യം എന്ന് പറഞ്ഞ് നെട്ടോട്ടമോടുന്ന ദിവസമാണ് സഹോദരങ്ങളെ. ആ ദിവസത്തിൽ നമുക്ക് തണലുണ്ടാകുമോ ഇല്ലേ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ ആ പരലോകത്ത്, ആ മഹ്ശറിൽ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളെ പരിചയപ്പെടുത്തി. ഒന്ന് ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരിയാണ്. രണ്ടാമത്തത് ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ല, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുവത്വം ചെലവഴിച്ചവർ, അവർക്ക് നാളെ അർശിന് തണൽ ലഭിക്കുമെന്നാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചത്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന യുവാക്കളെ, പല തിന്മകൾക്കും വേണ്ടി നമ്മുടെ മനസ്സുകൾ മന്ത്രിക്കുമ്പോൾ, പല തിന്മകളിലേക്കും നമ്മുടെ സമൂഹം നമ്മളെ മാറ്റി വിളിക്കുമ്പോൾ, അത്തരം തിന്മകളിൽ നിന്നും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് വിട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒറ്റക്കാകുമ്പോൾ സ്വകാര്യതകളിൽ നമ്മൾ തിന്മകളിലേക്ക് അകപ്പെടുന്നുണ്ടെങ്കിൽ അത്തരം വേളയിൽ ഇന്നി അഖാഫുല്ലാഹ്, അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ട് അത്തരം തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹുവാണേ സത്യം, വതല്ലാഹി വബില്ലാഹ്, അല്ലാഹുവാണേ സത്യം. ആ പരലോകത്ത് വെച്ച് മറ്റൊരു തണലും ലഭിക്കാനില്ലാത്ത ലോകത്ത് അള്ളാഹുവിൻ്റെ അർശിന്റെ തണൽ ഇൻഷാ അല്ലാഹ് നമുക്കുണ്ടായിത്തീരും. അതുകൊണ്ട് അത്തരം തിന്മകളിൽ നിന്നും നമ്മൾ പൂർണ്ണമായി വിട്ടു നിൽക്കണം. യുവത്വം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ വിഭാഗം ആരാണെന്നറിയുമോ? വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, പള്ളിയുമായി കൊണ്ട് ഹൃദയത്തെ ബന്ധിപ്പിച്ചവൻ, പള്ളിയുമായി ഹൃദയത്തെ ഊട്ടപ്പെട്ടവൻ. അത്തരം ആളുകൾക്ക് നാളെ അർശിന്റെ തണലുണ്ടെന്ന അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, നമുക്കതിന് സാധിക്കാറുണ്ടോ? പള്ളിയിൽ കൃത്യമായി ജമാഅത്തിന് പങ്കെടുക്കാൻ, പള്ളിയുടെ എന്ത് കാര്യങ്ങളും ചെയ്യാൻ, പള്ളിക്ക് വേണ്ടിയെല്ലാം നൽകാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ അർശിന്റെ തണൽ നമുക്ക് ലഭിക്കും. ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ നാം ആലോചിക്കുക സഹോദരങ്ങളെ. നാലാമത്തെ വിഭാഗം ആരാണ്? വറജുലാൻ തഹാബാ ഫില്ലാഹ് ഇജ്തമാ അലൈഹി വതഫറഖ അലൈഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുക. 2 പുരുഷന്മാരാണവർ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുകയും അവൻ്റെ മാർഗത്തിൽ വേർപിരിയുകയും ചെയ്തവർക്ക് നാളെ അർശിന് തണലുണ്ടെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. മറ്റൊരു വിഭാഗം ആളുകൾ ആരാ? അവർ സൗന്ദര്യമുള്ള, എല്ലാ നിലക്കും കുലീനതയുള്ള നല്ലൊരു സ്ത്രീ വ്യഭിചരിക്കാൻ വിളിച്ചിട്ടും അതിനുള്ള എല്ലാ സാഹചര്യം ഉണ്ടായിട്ടും ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വ്യഭിചാരത്തിൽ നിന്ന് വിട്ടുന്ന പുരുഷന് നാളെ അർശിന് തണൽ ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കതിന് സാധിക്കേണ്ടതുണ്ട്. ആറാമത്തെ വിഭാഗം വറജുലുൻ തസദ്ദഖ, സദഖ കൊടുക്കുന്ന വ്യക്തിയാണ്. എന്താണ് സദഖയുടെ പ്രത്യേകത? വലതു കൈ കൊടുക്കുന്നത്, ഇടതു കൈ അറിയാതെ സദഖ കൊടുക്കുന്ന വ്യക്തിക്ക് നാളെ അർശിന്റെ തണലുണ്ടെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, 7ാമത്തെ വിഭാഗം വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാ, ഒറ്റക്കിരുന്നു കൊണ്ട് അള്ളാഹുവിനെ കുറിച്ചോർത്ത് കരഞ്ഞവർക്ക് നാളെ അർശിന് തണലുണ്ടെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഉമ്മ മരണപ്പെട്ടപ്പോൾ, ഉപ്പ മരണപ്പെട്ടപ്പോൾ, ഭാര്യ മരണപ്പെട്ടപ്പോൾ, വലിയ രോഗമുണ്ടായപ്പോൾ, പ്രയാസമുണ്ടായപ്പോൾ നമ്മൾ പലരും കരഞ്ഞിട്ടുണ്ടായേക്കാം. എങ്കിലും ആത്മാർത്ഥമായി നാം നമ്മുടെ മനസ്സിനോട് ചോദിക്കുക, അല്ലാഹ് തന്ന ഭൂമിയിൽ അള്ളാഹിൻ്റെ ആരോഗ്യത്തോടു കൂടി 10, 20, 30, 40, 50, 60 കൊല്ലം ജീവിച്ചിട്ട് ഇന്ന് വരെ ഒരിക്കലെങ്കിലും അള്ളാഹുവിനെ കുറിച്ചോർത്ത് കരയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ചെയ്ത തിന്മകളെ കുറിച്ച് ആലോചിച്ച് കരയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? സഹോദരങ്ങളെ, ആത്മാർത്ഥമായി ആലോചിക്കണം. ഒരു ഹദീസിൽ കാണാൻ പറ്റും, അള്ളാഹിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞ കണ്ണ് നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന്. മഹാനായ ഷെയ്ഖ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ, ഇസ്ലാമിക ലോകത്തെ പ്രസിദ്ധനായ ഭരണാധികാരിയാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ പറ്റും, അദ്ദേഹം രാത്രി പൊട്ടി കരയുമായിരുന്നു. തൻ്റെ ഭാര്യ പറയുകയാണ്, നേരം ഒഴുക്കുമ്പോഴേക്കും ജനങ്ങൾക്ക് ഖലീഫ ഉണ്ടാകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. അത്രക്ക് ഉമർ ബിൻ അബ്ദുൽ അസീസ് രാത്രി കരയുമായിരുന്നു അള്ളാഹിനെ കുറിച്ചോർത്ത്. സഹോദരങ്ങളെ, ഇന്ന് വരെ ഒരിക്കലെങ്കിലും അള്ളാഹിനെ കുറിച്ചോർത്ത് കരയാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ സാധിക്കണം സഹോദരങ്ങളെ. അത്തരം ആളുകൾക്ക് അർശിന് തണലുണ്ടെന്ന് അള്ളാഹിൻ്റെ പ്രവാചകൻ പറയാം. സഹോദരങ്ങളെ, 7 വിഭാഗത്തെ ഞാൻ എണ്ണി. ഇതിൽ ഏതെങ്കിലും പെടാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്ത് ആ അർശിന് തണൽ കരസ്ഥമാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഇല്ലെങ്കിൽ നാളെ പരലോകത്ത് തിന്മകളുടെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്നവരായി നമ്മൾ മാറിത്തീരും. ആ ചിന്ത നമുക്കുണ്ടാവണം. സഹോദരങ്ങളെ, ഇതാണ് 2ാമത്തെ ചൂട്. ഇനി 3ാമത്തെ ചൂടോ? അത് നരകത്തിലെ ചൂടാ. കുൽനാറു ജഹന്നം അശദ്ദു ഹർറ, നരകത്തിലെ തീ സഹോദരങ്ങളെ അത് എത്രത്തോളം ഭയാനകരമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട്, വല്ലാഹ്, അല്ലാഹുവാണേ സത്യം, ലൗ തഅലമൂന മാ അഅലം ലദഹിക്തും ഖലീലാ വലബകൈതും കസീറാ, ഞാൻ അറിയുന്നതെങ്ങാനും നിങ്ങൾ അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ചു ചിരിക്കുകയും ധാരാളം കരയുകയും ചെയ്യുമായിരുന്നു.
സഹോദരങ്ങളെ, ആ നരകത്തെക്കുറിച്ച് അങ്ങാനും നമുക്കറിയുമായിരുന്നെങ്കിൽ നാം കുറച്ചു ചിരിക്കുകയും ധാരാളം കരയുകയും ചെയ്യുമായിരുന്നു. ആ നരകത്തിന്റെ ഭയാനകത അത് എത്രത്തോളമാണ് സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകൾ ഓതിത്തന്നുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, ഹദീസുകളിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ആ നരകത്തിന്റെ ഭയാനകത. ദുനിയാവിലെ തീയേക്കാൾ 69 ഇരട്ടി അധികം ചൂടാണ് നരകത്തിലെ തീക്കുള്ളത്. സ്വഹാബത്ത് ചോദിക്കണം, യാ റസൂലല്ലാഹ് ഇൻ കാനത് ലകാഫിയ, അള്ളാഹുവിന്റെ റസൂലേ, ഒരു മനുഷ്യനെ കരിച്ചു കളയാൻ ഈ തീ തന്നെ ധാരാളമല്ല റസൂലേ? അപ്പോൾ അള്ളാന്റെ റസൂൽ പറയാണ്, ഈ തീയെ പടച്ചറബ് 69 ഇരട്ടി അധികമാക്കും, എന്നിട്ട് അതിൽ മനുഷ്യനെ കത്തിച്ചാമ്പലാക്കുമെന്ന് റസൂൽ ചോദിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. തഹ്സബൂൻ അന്ന നാറ ജഹന്നം മിസ്ലു നാരികും ഹാദി, നിങ്ങൾ വിചാരിക്കണ്ടോ നരകത്തിലെ തീ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന തീ പോലെയാണ് എന്ന്? ഹിയ അശദ്ദു സവാദം മിനൽ ഖാർ, അത് ടാറിനേക്കാൾ കറുത്തതാകുന്നു എന്നാണ് അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞത്. സഹോദരങ്ങളെ, ടാറിനേക്കാൾ കറുത്ത നിറമുള്ളതാണ് ആ നരകത്തിലെ തീ എന്ന് പറഞ്ഞാൽ. വിശുദ്ധ ഖുർആനിൽ നമുക്ക് ധാരാളം ആയത്ത് കാണാൻ പറ്റും. ഫല്ലദീന കഫറൂ ഖുത്തിഅത് ലഹും സിയാബും മിൻ നാർ, അല്ലാഹുവിന്റെ ആയത്തുകൾ ധിക്കരിച്ചവർ, അല്ലാഹ് പറഞ്ഞ കൽപ്പനകൾ കേൾക്കാത്തവർ, താൻ തോന്നിയായി ജീവിച്ചവർ, തിന്മകൾക്കും തോന്നിവാസികൾക്കും അടിമപ്പെട്ടുകൊണ്ട് പടച്ചറബിനെ മറന്ന് ജീവിച്ചവർ, അത്തരം ആളുകൾക്ക് നരകത്തിൽ നിന്ന് തീയുടെ വസ്ത്രം പടച്ചറബ് അവരെ ധരിപ്പിക്കുന്ന. വീണ്ടും കാണാൻ പറ്റും സറാബീലുഹും മിൻ ഖത്തിറാനിൻ വതഗ്ശാ വുജൂഹുഹും മിൻ നാർ, ടാർ കൊണ്ടുള്ള വസ്ത്രം അവരെ പടച്ചറബ് ധരിപ്പിക്കുന്ന. സഹോദരങ്ങളെ, അത്തരമൊരു ലോകം നമുക്ക് വരാനുണ്ട് എന്ന ചിന്ത നമുക്കേവർക്കും ഉണ്ടാവേണ്ടതുണ്ട്. നരകത്തിന്റെ ഭയാനകത എത്രത്തോളം സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഇന്നഖിൽ തജിൽദൽ കാഫിർ 42 ദിറാഅ, നരകത്തിലെ ഒരു വ്യക്തിയുടെ തൊലിയുടെ നീളം അത് 42 മുഴമാണ് എന്ന. വഇന്ന സുർസുഹു മിസ്ലു ഉഹദ്, അവന്റെ പല്ലിന്റെ നീളം അത് ഉഹുദ് മലയോളം വലിപ്പമുണ്ടായിരിക്കും. വഇന്ന മജ്ലിസഹു മിൻ ജഹന്നം കമാ ബൈന മക്ക വൽ മദീന, അവന്റെ ഇരിപ്പിടം അത് മക്കക്കും മദീനയ്ക്കും ഇടയിലുള്ള വഴിദൂരം ഉണ്ടായിരിക്കുന്ന. നരകത്തിൽ നമ്മുടെ തൊലിയുടെ നീളം സഹോദരങ്ങളെ 42 മുഴമാ, പല്ലിന്റെ വലിപ്പം ഉഹുദ് മലയോളമാ, ഇരിപ്പിടം അത് മക്കക്കും മദീനയ്ക്കും ഇടയിലുള്ള വഴിദൂരം അത്ര ഉണ്ടാവും. ആലോചിക്കുക, ആ നരകത്തിൽ പോയി കിടക്കേണ്ട അവസ്ഥ വന്നാൽ നമ്മൾ എങ്ങനെയായി തീരുമെന്നുള്ളത്. എന്നിട്ടോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലീഹിം നാറാ കുല്ലമാ നദജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. പടച്ചറബ് നൽകിയ 42 മുഴം നീളമുള്ള തൊലിയുണ്ടല്ലോ, അതെങ്ങനെ കത്തിച്ചാമ്പലാകുമ്പോഴേക്കും അല്ലാഹു തആല അടുത്ത തൊലി കൊടുക്കുന്ന. എന്തിനു വേണ്ടിയിട്ട്? ലിയദൂഖുൽ അദാബ്, അവൻ വേദന അനുഭവിക്കാൻ വേണ്ടിയിട്ട്, ശിക്ഷ അനുഭവിക്കാൻ വേണ്ടിയിട്ട്. മോഡേൺ സയൻസ് കണ്ടെത്തി തൊലി പോയാൽ വേദന ഉണ്ടാകില്ല എന്ന് ഖുർആൻ പറയുന്നു. ലിയദൂഖുൽ അദാബ്, ആ തൊലി അങ്ങോട്ട് പോകുമ്പോഴേക്കും പടച്ചറബ് അടുത്ത തൊലി കൊടുക്കുക, വേദന അനുഭവിക്കാൻ വേണ്ടിയിട്ട്, ശിക്ഷ അനുഭവിക്കാൻ വേണ്ടിയിട്ട്. സഹോദരങ്ങളെ, അത്രക്ക് ഭയാനകരമാണ് ആ നരകം. ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന 70,000 കണ്ണിയുള്ള ചെങ്ങലകളിൽ, ഓരോ കണ്ണികളിലും ഓരോ ചെങ്ങലകളിലും 70,000 മലക്കുകൾ ഉണ്ടാകുന്ന. അങ്ങനെയാണ് നരകത്തെ വലിച്ചു കൊണ്ടുവരിക. ആ നരകം ചോദിക്കും, ഹലിം തലത് ഹൽ മിൻ മസീദ്, പടച്ചോനെ ഇനി ആരെങ്കിലും ഉണ്ടോ, പടച്ചോനെ കഴിഞ്ഞോ, ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ആ നരകം ചോദിക്കുമെന്ന് നമുക്ക് ഹദീസ് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളിൽ കാണുവാൻ പറ്റും. സഹോദരങ്ങളെ, ആ നരകം ഭയാനകരമാണ്. ആ നരകത്തോട് അടുക്കാൻ, ആ നരകത്തിന്റെ അടുത്തുകൂടെ പോവാൻ, അതിൽ നിന്ന് ശിക്ഷ അനുഭവിക്കാൻ നമ്മളെ കൊണ്ട് താങ്ങുകയില്ല. ആ ചിന്ത സഹോദരങ്ങളെ നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ വീണ്ടും പറയാണ്, വഅസ്ഹാബു ശിമാലി മാ അസ്ഹാബു ശിമാൽ ഫീ സമൂമിൻ വഹമീം വദില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്രഫീൻ വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അദീം. വഅസ്ഹാബു ശിമാലി മാ അസ്ഹാബു ശിമാൽ, ഇടതുപക്ഷക്കാർ, ഇടതുഭാഗത്തൂടെ എന്തെല്ലാം ലഭിക്കുന്ന ആളുകൾ, അവരെ മാ അസ്ഹാബു ശിമാൽ, എന്താണ് അവരുടെ അവസ്ഥ? ഫീ സമൂമിൻ വഹമീം, തുളച്ചു കയറുന്ന ഉഷ്ണക്കാറ്റിലും ചുട്ടു തളക്കുന്ന ജലത്തിലുമാണ് അവരുണ്ടാവുക. വദില്ലിൻ മിൻ യഹ്മൂം, കരിമ്പുകയുടെ തണലിലും. ലാ ബാരിദിൻ വലാ കരീം, അവർക്ക് യാതൊരു തണുപ്പുണ്ടാവൂല കേട്ടോ, അവർക്ക് യാതൊരു ആശ്വാസമോ ഒരു സുഖമുള്ള ഒരു അനുഭവമോ അവർക്ക് അവിടെ ഉണ്ടാവുകയില്ല. ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്രഫീൻ, കാരണം എന്തുകൊണ്ടെന്നറിയുമോ? ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്രഫീൻ, അവർ അതിനു മുമ്പ് സുഖലോലുപന്മാരായിരുന്നു. വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അദീം, അവർ ഗുരുതരമായ പാപങ്ങളിൽ ഷടിച്ചു നിൽക്കുന്നവരായിരുന്നു. അള്ളാന്റെ ഖുർആനിലെ ആയത്ത. ഇന്ന് ചൂടുണ്ടെങ്കിൽ നമുക്ക് AC ഇടാൻ പറ്റും, ഫാൻ ഇടാൻ പറ്റും, AC-ന്റെ തണുപ്പ് കൂട്ടാൻ പറ്റും, അങ്ങനെ പലതും ചെയ്യാൻ പറ്റും. പക്ഷെ നാളെ പരലോകത്ത് ലാ ബാരിദിൻ വലാ കരീം, ഒരു തണുപ്പുണ്ടാവൂല, അവിടെ യാതൊരു സുഖമായ അനുഭവവും നരകത്തിൽ കിടക്കുന്ന ആളുകൾക്ക് ഉണ്ടാവൂല. എന്തുകൊണ്ട് നരകത്തിലെത്തി? ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്രഫീൻ വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അദീം, അവർ ഗുരുതരമായ പാപങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരായിരുന്നു. സഹോദരങ്ങളെ, എന്തെങ്കിലും പാപങ്ങളുണ്ടോ? നരകത്തിലേക്ക് എത്തുന്ന പാപങ്ങൾ വല്ലതും ജീവിതത്തിലുണ്ടോ? നമുക്ക് പൂർണ്ണമായി കൊണ്ടും ഒഴിവാക്കാൻ സാധിക്കണം. ഇല്ലെങ്കിൽ ഒരുപക്ഷെ കേവല ആസ്വാദനം ലഭിച്ചിട്ടുണ്ടെങ്കിലും
നാളെ പരലോകത്തെത്തുമ്പോൾ നമ്മൾ മഹാ ഹതഭാഗ്യവാന്മാരായി തീരും. ആ ചിന്തയോടുകൂടി സഹോദരങ്ങളെ നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ വീണ്ടും കാണാൻ പറ്റും, അവരിങ്ങനെ വെള്ളം കുടിച്ചാൽ, അവരുടെ വെള്ളം കുടിക്കുമ്പോൾ സഹോദരങ്ങളെ എത്ര മോശപ്പെട്ട വെള്ളമായിരിക്കും അവർക്ക് ലഭിക്കുകയെന്നറിയോ? അതുകൊണ്ട് അവരുടെ മുഖം കരിഞ്ഞു പോകുന്ന, അവർക്ക് കൊടും ചൂടുള്ള വെള്ളം അങ്ങ് നൽകും. അതുകൊണ്ട് കുടൽമാല പോലും അത് ഇല്ലാതെയായി തീരുന്ന, ഉരുകിത്തീരും. അത്രക്ക് പ്രയാസമാണ് നരകമെന്ന് പറഞ്ഞാൽ. ആ ചിന്തയോടുകൂടി സഹോദരങ്ങളെ ഉള്ള ജീവിതം അത് കൃത്യമായി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്നാൽ ഇതിൻ്റെ നേരെ വിപരീതമാണ് സ്വർഗമെന്ന് പറഞ്ഞാൽ. അവിടെ സന്തോഷമാണ്, അവിടെ സമാധാനമാണ്, അവിടെ ആശ്വാസമാണ്. ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ, നരകത്തിൽ നിന്നും അകന്നു തീരാൻ സഹോദരങ്ങളെ നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹിൻ്റെ പ്രവാചകൻ വിശ്വസം പറയാണ്, ആരെങ്കിലും ഒരു ദിവസം അള്ളാഹിനോട് സ്വർഗത്തെ 3 വട്ടം ചോദിച്ചാൽ, നരകത്തിൽ നിന്ന് രക്ഷ അവൻ ചോദിച്ചാൽ അവനത് ലഭിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങൾ എന്നും ചുരുങ്ങിയത് 3 തവണ, രാവിലും വൈകിട്ട് 3 തവണയും നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹിനോട് സ്വർഗത്തെ ചോദിക്കാനും നരകത്തിന് രക്ഷ നേടാനും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ ചൂട് സഹോദരങ്ങളെ ആ നരക ചൂടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗമായിക്കൊണ്ട് നമ്മൾ മാറ്റി തീർക്കേണ്ടതുണ്ട്. ഈ ചൂട് കാലത്ത് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സുന്നത്താണ് നോമ്പ് നോൽക്കുക എന്നുള്ളത്. ഈ ചൂട് കാലത്തുള്ള നോമ്പിനെക്കുറിച്ച് സ്വഹാബാക്കൾ ധാരാളമായി കൊണ്ട് പറഞ്ഞത് കാണാൻ പറ്റും. സഹോദരങ്ങളെ, നമ്മൾ നോമ്പ് നോൽക്കണം. എന്താ നോമ്പിൻ്റെ പ്രത്യേകത? മൻ സ്വാമ ഫീ സബീലില്ലാഹി യൗമ, ആരെങ്കിലും അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ഒരു നോമ്പ് നോറ്റാൽ ബഅദല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഹരീഫ, അല്ലാഹു തആല അവൻ്റെ മുഖത്ത് നരകത്തിൽ നിന്നും 70 വർഷത്തെ വഴി ദൂരം അകറ്റുന്ന. ജഅലല്ലാഹു ഖന്ദഖൻ, മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, ജഅലല്ലാഹു ഖന്ദഖൻ കമാ ബൈന സമാഇ വൽ അർദ്, ആകാശഭൂമികളേക്കാൾ വിശാലമായൊരു കിടങ്ങ് പടച്ചറബ് അവനും നരകത്തിന് മുന്നിൽ കുഴിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെ നോമ്പ് നോൽക്കാൻ നമുക്ക് സാധിക്കണം. പാവപ്പെട്ടവർക്ക്, പ്രയാസപ്പെടുന്നവർക്ക് ദാഹജലം നൽകാൻ നമുക്ക് സാധിക്കണം. നമ്മളൊക്കെ വീട്ടിൽ പക്ഷികൾക്കും അത്തരം ആളുകൾക്കൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ചെറിയ സംവിധാനം നമ്മൾ ഒരുക്കുക സഹോദരങ്ങളെ. അതൊക്കെ വലിയ പ്രതിഫലം ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പരലോകത്ത് ഉണ്ടായിത്തീരും. അത്തരം ചിന്തയോടുകൂടി ആ നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോഴേ അങ്ങനെ ആ ഭയപ്പാടോടുകൂടി ജീവിച്ച് സ്വർഗത്തിന് വേണ്ടി പണിയെടുത്ത് ജീവിക്കുന്നവരായി നമ്മൾ മാറിത്തീരണം. അതിന് അല്ലാഹു തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.